Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയവും സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സ്വാഗതം. हालेलुया. जय मसीह की आप सबको यीशु मसीह के प्रेम भरे नाम से, दया भरा नाम से मैं आप सबका स्वागत करना चाहता हूं आज के यीशु में समृद्धि के इस एपिसोड में. എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 7:30 AT ഹാർവസ്റ്റ് ചാനലിൽ കൂടി യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കും. और हर बृहस्पतिवार सुबह 7:30 बजे यीशु के सुसमाचार है इस चैनल के द्वारा टेलीकास्ट किया जाता है. ഞങ്ങൾ രണ്ടുപേരും കൂടി യേശു കർത്താവിന്റെ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതിനെക്കുറിച്ചും കൂടുതൽ ഇൻഫർമേഷൻസും പല പ്രീച്ചിങ്സും ടീച്ചിങ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ കൂടുതലായി സമയം പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോവുക, പഠിക്കുക, കേൾക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹ കാരണമാകും. और हम दोनों मिलके फरीदाबाद जो दिल्ली के क्षेत्र के बहुत ही नजदीक है वहां पे सेवकाई करते हैं. आप YouTube या Facebook में जाके टेम्पल ऑफ द मोस्ट हाई गॉड चर्च ढूंढेंगे तो आपको बाकी जो चीजें हैं वहां पे आपको पता चलेंगी. तो जाके आप देखिएगा, बहुत सारे मैसेजेस हैं जो आप सुन सकते हैं. और मेरा विश्वास है उन संदेशों को जब आप सुनेंगे तो वो आपके लिए और आपके परिवार के लिए एक अभिषेक का कारण होगा. ലാസ്റ്റ് കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ ജോസഫിന്റെ ലൈഫിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് ഈ സമയത്തെങ്കിൽ യൂട്യൂബിൽ പോയി ലൈഫ് ഓഫ് ജോസഫ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൂടിയുള്ള ഈ ടീച്ചിങ്സും പ്രീച്ചിങ്സും അവൈലബിൾ ആണ്. നിങ്ങൾ അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുക. ബാക്കി ഇന്ന് നമുക്ക് ജോസഫിന്റെ ലൈഫിൽ നിന്ന് കുറച്ചുകൂടെ പഠിക്കാം. और जैसे कुछ हफ्तों से हम यूसुफ के जीवन से कुछ सीख रहे हैं. अगर आपने अभी तक नहीं सुना तो आप YouTube पे जाके लाइफ ऑफ जोसेफ अगर आप टाइप करेंगे तो वहां पे आपको वो संदेश मिलेंगे. और मेरा विश्वास है जब वो संदेश आप सुनेंगे तो आप आशीषित होंगे. आज हम देखेंगे यूसुफ के जीवन से आज हम क्या सीखते हैं. ജനസിസ് ഉൽപ്പത്തി 37 അധ്യായം 3 വേഴ്സ്. ജനസിസ് ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 3. उत्पत्ति 37 का 3 हम पढ़ेंगे. इज़राइल अपने सब पुत्रों से बढ़ के यूसुफ से प्रीति रखता था क्योंकि वह उसके बुढ़ापे का पुत्र था और उसने उसके लिए एक रंग बिरंगा अंगरखा बनवाया. ജോസഫ് അപ്പനായ ജേക്കബിന്റെ അപ്പനായ ഇസ്രായേലിന്റെ ഏറ്റവും പ്രിയ പുത്രനായിരുന്നു. और यूसुफ जो था वो इज़राइल मतलब याकूब का बहुत ही प्रिय बेटा था. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങൾ വ്യവസായം നടത്തുന്ന ഒരാളായിരിക്കാം. ഞാൻ നിങ്ങളുടെ ലൈഫിലും ജീവിതത്തിലും മുന്നോട്ട് പോകാൻ ജോസഫിന്റെ ലൈഫിൽ നിന്ന് ഒരു സീക്രട്ട് പറയുന്നു. അത് വളരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. आप जॉब करते होंगे, व्यवसाय करते होंगे, पर आज मैं आपको एक रहस्य बताना चाहता हूं. अगर आप सक्सेसफुल होना चाहते हैं तो ये रहस्य को आप समझ लीजिए. നിങ്ങളുടെ ഫാദറിന്റെ, നിങ്ങളുടെ അപ്പന്റെ, നിങ്ങളുടെ സ്പിരിച്വൽ ഫാദറിന്റെ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ, നിങ്ങളുടെ ഓഫീസിലെ ബോസിന്റെ ഫേവറേറ്റ് ആകാൻ നോക്കുക. अपने पिता का, अपने आत्मिक पिता का और अपने हस्बैंड का जो अथॉरिटी आपके ऊपर परमेश्वर ने ठहराई है उस अथॉरिटी के प्रिय हो जाइए. നിങ്ങൾക്ക് പലപ്പോഴും എനിക്കിത് വളരെ ലേറ്റ് ആയിട്ടാണ് ലൈഫിൽ മനസ്സിലായത്. നമ്മൾ വിചാരിക്കും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് എക്സാം ചെയ്ത് അങ്ങനെയൊക്കെയുള്ള വഴികളിൽ കൂടെ നമുക്ക് മുന്നോട്ട് എത്താമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതല്ല. നിങ്ങൾ ലൈഫിൽ പോകുന്ന സമയത്ത് അറിയാം, പലപ്പോഴും ആളുകൾ ഓഫീസിൽ ബോസ് ഫേവറേറ്റ് ആളിനാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ ഫേവറേറ്റ് ആളിനാണ് പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഫേവറേറ്റ് ആളിനാണ് പുതിയ ഡീലുകളും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും കൊടുക്കുന്നത്. സോ നിങ്ങൾ എപ്പോഴും നിൽക്കുന്നിടത്ത് ഫേവറേറ്റ്, പ്രിയപ്പെട്ടവനായി നിൽക്കാൻ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. कुछ टाइम हमें लगता है अगर हमें अपने व्यवसाय में या जॉब में ऊंचे स्तर पे जाना है तो हम अगर सिस्टम्स को फॉलो करेंगे, हम वो प्रोटोकॉल्स को फॉलो करेंगे तो हम ऊपर स्तर से जा सकते हैं. परंतु आज मैं आपको ये बताना चाहता हूं कि अगर आपको ऊंचे स्तर पे जाना है तो आपका जो अधिकारी है उस अधिकारी के प्रिय बन जाइए. क्योंकि बहुत सारे रिकमेंडेशंस, बहुत सारी चीज़ें होती हैं जो सिर्फ अधिकारियों के हाथ में होते हैं. तो जब अधिकारियों के रिकमेंडेशंस जाते हैं तो ऑटोमेटिकली आप ऊंचे स्तर में जा सकते हो. तो इसलिए आप अपने अधिकारियों के प्रिय बन जाइए अगर आप ऊंचे स्तर पे जाना चाहते हो. ജോലി ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓഫീസിൽ ഭയങ്കര പൊളിറ്റിക്സ്, എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഞാനാണ് ഏറ്റവും ക്വാളിഫൈഡ് ആള്, ഞാനാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്, പക്ഷേ എന്താ പറയുന്നത് ആ പ്രൊമോഷൻ ഇവൻ പിടിച്ചോണ്ട് പോയി.
और जो ऑफिस में काम करते हैं वो लोग कई बार ऐसे बोलते हैं, अरे ये जो प्रमोशन था ये तो मेरे को ही मिलना चाहिए था, परंतु ऑफिस में बहुत सारे पॉलिटिक्स चलते हैं और वो पॉलिटिक्स चलने के बीच में मेरे उस भाई ने मेरा प्रमोशन छीन लिया। परंतु सच ये नहीं है, जो आपके अथॉरिटीज है उसका जो प्रिय होता है वो प्रमोशंस उसके हाथ में कई बार चला जाता है। കഹീ ബാറല്ല ചിലപ്പോഴല്ല എപ്പോഴും കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ലീഡർക്ക് ഫേവറേറ്റ് ആയ ആൾക്ക് കൊടുക്കും. ഒരു ഓഫീസിൽ കിട്ടുന്ന പ്രൊമോഷൻസ് അങ്ങനെ ആയിരിക്കും, ബിസിനസ് ഡീലുകൾ അങ്ങനെ ആയിരിക്കും. ആർമിയിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർമി ഓഫീസേഴ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ളവർക്കാണ് എപ്പോഴും പ്രൊമോഷൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പല ഇൻഡസ്ട്രിയിലും എല്ലായിടം നോക്കുന്ന ആളുകളെ റെക്കമെൻഡ് ചെയ്യുന്നത് ഫേവറേറ്റ് ആളുകളെയാണ്. और ऑफिस में प्रमोशंस हो या पॉलिटिकल पार्टी में टिकट लेना हो या सरकार में अगर कोई कार्य हो तो वहाँ पे जो प्रमोशंस होते हैं वो रिकमेंडेशंस के द्वारा होते हैं। जो अधिकारी होते हैं वो रेकमेंड करते हैं किसको नेक्स्ट स्तर पे आना चाहिए, किसको प्रमोशन देना चाहिए, किसको पॉलिटिकल पार्टी में इंक्लूड करना चाहिए। इवन आर्मी में भी जब हम देखते हैं तो आर्मी में भी एक स्तर के बाद वो जो ऊपर का जो अधिकारी है वो निर्णय लेता है कि नेक्स्ट अधिकारी कौन होना चाहिए, तो उसका भी रिकमेंडेशन बहुत मायने रखता है। ഇന്ത്യയുടെ സുപ്രീം കോടതി ജസ്റ്റിസ് അടുത്ത ആരായിരിക്കണം, അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയും അടുത്ത ആൾ ഇന്ന ആളായിരിക്കണം എന്ന് അദ്ദേഹം ഗവൺമെന്റ് റെക്കമെൻഡേഷൻ കൊടുക്കും. 99% ടൈമും ഗവൺമെന്റ് അത് കേൾക്കും. സോ അതുപോലെ ഇന്ത്യയിൽ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ലൈഫിൽ ഇത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി ആയിരിക്കുന്നവരുടെ ഫേവറേറ്റ് ആകുക. ജോസഫ് അപ്പന്റെ ഫേവറേറ്റ് ആയിരുന്നത് കാരണം എല്ലാ അനുഗ്രഹങ്ങളും, പുതിയ കോട്ട്, പുതിയ ചോക്ലേറ്റ്, പുതിയ വണ്ടി എല്ലാം ജോസഫിന് കിട്ടിക്കൊണ്ടിരുന്നു. और जब हम देखते हैं कि इंडिया में भी जो सुप्रीम कोर्ट है, जब नया जज जब नियुक्त किया जाता है, जो पुराना जज है वो अपना रिकमेंडेशन देता है कि अब मैं रिकमेंड कर रहा हूँ मेरे जाने के बाद ये नया जज या नया वकील होना चाहिए, जो जज होना, न्यायी होना चाहिए, ये होना चाहिए। तो 99% जो वो रिकमेंड करता है उसी को न्यायी बनाया जाता है। और पॉलिटिकल पार्टीज में भी उसी को वो स्तर दिया जाता है जिसको रिकमेंड किया जाता है। तो अगर आप ऊंचे स्तर पे जाना चाहते हो तो आप अपने अधिकारियों के प्रिय बन जाओ, फिर आप नेक्स्ट लेवल तक जा सकते हो। അതുപോലെ നമ്മളെ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ ഞാൻ പറയുന്നത് നമ്മൾ ബട്ടർ ചെയ്ത് അല്ലെങ്കിൽ സോപ്പ് ഇട്ട് അല്ലെങ്കിൽ ഗെമിക്കലും ട്രിക്സും കാണിച്ച് ഒരാളുടെ ഫേവറേറ്റ് ആകുന്നതല്ല. റിയലി അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് വർക്കിൽ കൂടെ, നിങ്ങളുടെ കേപ്പബിലിറ്റി കൂടെ, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതികളിൽ കൂടെ, നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടെ, നിങ്ങളുടെ സംസാരത്തിൽ കൂടെ റിയലി ഒരാളുടെ ഫേവറേറ്റ് ആകുന്നതിനെ കുറിച്ചാണ്. और इसका मतलब ये नहीं है कि मेरे को मक्खन लगाना है, मेरे को चापलूसी करना है अपने बॉसेस का या अधिकारियों का, मैं ये नहीं कहता हूँ। परंतु सच में आप हृदय से बताइए कि आप अपने अधिकारियों से प्रेम करते हो। अपने काम के द्वारा आप बताइए कि आप एक्सेलेंट वर्कर हो। जब आपका काम, आपका व्यवहार, आपका प्रेम वो देखेंगे तो ऑटोमेटिकली आपके अधिकारी आपको रिकमेंडेशन देंगे। ഒരാളുടെ ഫേവറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ, അല്ല അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം. और अगर आप किसी के प्रिय बनना चाहते हो तो उस व्यक्ति के अनुसार काम करना आपको सीखना पड़ेगा। उसका व्यवहार कैसे है, उस व्यवहार के अनुसार आपको काम करना सीखना पड़ेगा। ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചില ബോസുകൾക്ക് പ്രൊജക്റ്റ് തുടങ്ങുന്ന ആളുകളെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് പ്രൊജക്റ്റ് തുടങ്ങുന്നവരെയല്ല പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യുന്ന ആളുകളെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് പ്രൊജക്റ്റ് തുടങ്ങുകയും പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഫേവറേറ്റ് ആകുന്നത്. और आपके ऑफिस में हो सकता है आपके अधिकारी को ऐसे व्यक्ति पसंद होंगे जो व्यक्ति प्रोजेक्ट को शुरू करता है, कुछ अधिकारी को ऐसे लोग पसंद है जो प्रोजेक्ट को खत्म करता है, कुछ बॉसेस ऐसे होते हैं जिनको ऐसे लोग पसंद है जो प्रोजेक्ट शुरू भी करते हैं और अंत भी करते हैं। तो आपका बॉस जैसा चाहता है, उसको जैसा व्यवहार पसंद है, उस व्यवहार के अनुसार आप उसके प्रिय बन सकते हो। എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടം. എനിക്കൊരു ചെറിയൊരു വ്യവസായമുണ്ട്, അതിൽ കൂടെ എൻ്റെ കുടുംബം കഴിയുന്നു. ചർച്ചിൽ ഒത്തിരി ടീം സ്റ്റാഫ് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വന്തം വർക്ക് പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുകയും മറ്റുള്ളവരോട് നല്ല റിലേഷൻ വെക്കുകയും റെസ്പെക്റ്റായി അതോറിറ്റിയോട് സംസാരിക്കുകയും അനാവശ്യ കാര്യങ്ങളിൽ പോകാതെ, ഗോസിപ്പുകളിൽ പോകാതെ സ്വന്തം പണി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് എൻ്റെ ഫേവറേറ്റ് ആകുന്നത്. और मैं अपने बारे में बताता हूँ कि मुझे एक ऐसा व्यक्ति पसंद है, जैसे हमारा एक बिजनेस भी है, तो मुझे एक ऐसा व्यक्ति पसंद है जो मेरे व्यवहार के अनुसार कार्य करे। वो जो कार्य वो करना शुरू करता है वो कार्य एंड तक करे और पूरे आदर के साथ अपने जो अधिकारी है उसके साथ आदर के साथ कार्य करे, दूसरों के साथ अच्छा रिलेशनशिप को बिल्ड करे और इधर उधर की बातें न करते हुए अपना कार्य सही रीति से प्रॉपर करके फिनिश करे। मुझे ऐसे व्यक्ति बहुत पसंद है.
നമുക്ക് ഒരു കാര്യം കൂടെ ബൈബിളിൽ നിന്ന് പഠിക്കാം. ജോസഫിന്റെ ലൈഫിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 45 ജനസിസ് 45ന്റെ 5 ജനസിസ് 50ന്റെ 20 നമുക്കൊന്ന് വായിക്കാം. और बहुत सारी चीजें हैं यूसुफ के जीवन से सीखने के लिए. एक और चीज आज हम सीखेंगे, वो है उत्पत्ति 45 का 5 हम पढ़ेंगे. अब तुम लोग मत पछताओ और तुमने जो मुझे यहाँ बेच डाला इससे उदास मत हो, क्योंकि परमेश्वर ने तुम्हारे प्राणों को बचाने के लिए मुझे तुम्हारे आगे भेज दिया है. और 50 का 20 भी एक बार हम पढ़ेंगे. यद्यपि तुम लोगों ने मेरे लिए बुराई का विचार किया था, परंतु परमेश्वर ने उसी बात में भलाई का विचार किया जिससे वह प्रेम करे, जैसा आज के दिन प्रकट है कि बहुत से लोगों के प्राण बचे हैं. ജോസഫ് ഒരു കാര്യം മനസ്സിലാക്കി. അവന്റെ ബ്രദേഴ്സ് അവനെ ചീറ്റ് ചെയ്തു. പക്ഷെ ജോസഫ് അവന്റെ ബ്രദറിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തെങ്കിലും കർത്താവ് എന്നെ രക്ഷപ്പെടുത്തി, നിങ്ങൾക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജോസഫ് ആരോട് റിവെഞ്ച് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയില്ല. और यूसुफ के जीवन से एक चीज और जो हम सीख सकते हैं वो है, यूसुफ के भाइयों ने उसके साथ बहुत गलत किया, परंतु यूसुफ ने कभी उनसे बदला लेने का सोच विचार भी नहीं किया. यूसुफ ने बोला, तुमने तो बुराई के लिए ये किया था, परंतु परमेश्वर ने भलाई में उस चीज को उत्पन्न कर लिया. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില ഇവന്റ്സ് ദൈവത്തിന്റെ പ്ലാൻ ആണ്. പ്ലാൻഡ് ബൈ ഗോഡ് ഇവന്റ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ ചില സമയം നടക്കുന്നത്. അത് നിങ്ങളുടെ ജോലി ഇപ്പൊ പോയതായിരിക്കാം, നിങ്ങളുടെ വ്യവസായം ഇപ്പൊ നശിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിരിക്കാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ ചിലപ്പോൾ അസുഖങ്ങൾ കാരണം നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വന്നിരിക്കാം. ഇത് മനസ്സിലാക്കുക, നിങ്ങൾ യേശു കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ ഇവന്റ്സ് ആയിട്ട് ഇതിനെല്ലാം മനസ്സിലാക്കണം. और एक चीज जो हमें बहुत जरूरी है समझना, ये है कि जो कार्य हमारे जीवन में होता है, जो इवेंट्स हमारे जीवन में होता है, वो परमेश्वर की ओर से होता है. हो सकता है आपका जॉब आज आपके हाथ में नहीं होगा, हो सकता है आपका बिजनेस में लॉस होगा. आपने अभी ये सोचना है कि जो कुछ हो रहा है वो इवेंट्स जो है वो परमेश्वर की ओर से है, और परमेश्वर उन इवेंट्स को भलाई में उत्पन्न करने वाला परमेश्वर है. ഞാൻ എൻ്റെ ലൈഫിൽ നോക്കിയാൽ, ഞാൻ 19 വയസ്സുള്ളപ്പം ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അവന്റെ റിലേറ്റീവും കൂടി പൈസ മേടിച്ച് പറ്റിച്ച് ജോലി തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഡൽഹിയിൽ എത്തിയത്. പക്ഷേ ആ കാരണം ഞാൻ യേശുവിനെ ഇവിടെ വച്ച് ഒരു ചർച്ചിലൂടെ അറിയാൻ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ചിൽ പാട്ടായി അവിടെ നിന്ന് അറിയാനുള്ള ഇടയായി. और मैं अपने जीवन से आपको एक उदाहरण देना चाहता हूं. जब मैं 19 साल का था, तब मेरा जब मैं 19.5 साल का था, तब मेरा दोस्त, जो मेरा बहुत ही प्रिय दोस्त था, और उसके एक रिश्तेदार ने मिलके मेरे को बेवकूफ़ बनाया और मुझे फरीदाबाद में लेके आए, मेरे से पैसा लेके, और मुझे फरीदाबाद में लेके आए ये कह के हम आपको जॉब दिलाएंगे. और जब मैं फरीदाबाद में अगर मैं नहीं आया होता तो मैं परमेश्वर यीशु मसीह को मैंने अपना जीवन कभी दिया ना होता. मैं फरीदाबाद में आया और ऐसे चीज़ें, ऐसी घटनाएं मेरे साथ हुई कि मैं एक कलीसिया में जाने लगा, असेंबलीज ऑफ गॉड जो नॉर्थ में एक कलीसिया है, वहां मैं जाने लगा, और मैंने परमेश्वर को अपने उद्धारकर्ता परमेश्वर के रूप में स्वीकार किया. ആ ഇവന്റ് കാരണം എൻ്റെ കല്യാണം പാസ്റ്റർ രതിയുമായിട്ടായി. അവരുടെ വീട്ടിൽ ഉള്ള ഡ്രൈവേവിൽ കൂടെ ഞങ്ങളുടെ ഈ ചർച്ച് തുടങ്ങി. അവരുടെ വൈഫിന്റെ വീട്ടിലാണ് ഞങ്ങളുടെ ചർച്ചിന്റെ കിച്ചൺ നടക്കുന്നത്, അവിടാണ് ചർച്ചിന്റെ മീഡിയ ഓഫീസ് നടക്കുന്നത്. ഈ ചർച്ച് മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ വൈഫ്, അവരുടെ ഫാമിലി, ആ കുടുംബം ഒരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ കർത്താവ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു. ആ ബാഡ് ഇവന്റ്സ് ഉണ്ടായി, പക്ഷെ അതിലെല്ലാം കൂടെ കർത്താവ് ഒരു വലിയ കാര്യം എൻ്റെ ലൈഫിൽ ചെയ്തു. और क्योंकि ये घटनाएं मेरे साथ हुई, मेरी शादी मेरी पत्नी रति के साथ हुई, और उनके घर में जो ड्राइववे था वहीं पे कलीसिया का निर्माण हुआ, और आज भी उसी घर में जीसस किचन का खाना बनता है, वहीं से लोगों के लिए खाना जाता है. और उसी घर में जो ऑफिस है, कलीसिया का जो ऑफिस है, जो मीडिया ऑफिस है, वहीं उन्हीं के उसी घर से शुरू हुआ. तो अगर ये घटनाएं ना हुई होती तो इस कलीसिया का निर्माण भी नहीं हुआ होता. तो जब परमेश्वर जो चीजें, जो इवेंट्स जो हमें लगता है बुरी हो रही है हमारे साथ, परंतु परमेश्वर हर एक बुरे इवेंट्स को भलाई में पैदा उत्पन्न करता है. സോ എൻ്റെ സുഹൃത്തെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഇവന്റ്സ് നിങ്ങൾ യേശുവിലാണോ, അതെല്ലാം ലാസ്റ്റിൽ നിങ്ങളുടെ നല്ലതിനായി മാറും, അതിനുവേണ്ടി വന്നിരിക്കും, ഉറപ്പ്. और आपको ये याद रखना है मेरे भाई मेरे बहन, जो भी इवेंट्स आपके साथ हो रहा है, चाहे वो बुरा हो रहा हो, वो सब मिलके भलाई को उत्पन्न करेगा. അടുത്തത് നമുക്ക് ജോസഫിന്റെ ലൈഫിൽ നിന്ന് വേറെ ഒരു കാര്യം പഠിക്കാം. ജനസിസ് 41ന്റെ 29-30 ബൈബിൾ എടുത്തിരിക്കുക. സ്ക്രീനിൽ വരും, പക്ഷെ ബൈബിൾ എടുത്തിരിക്കുക. ഞാൻ വചനം പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ബൈബിൾ എടുത്തുകൊണ്ടിരിക്കണം, കാരണം റേമ വേർഡ് നിങ്ങളോട് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. ജനസിസ് 41, 29, 30.
और अब हम सीखेंगे उत्पत्ति 41 का 29 से। मेरा विश्वास है कि आप बाइबल के साथ बैठे हैं। जब भी हमारा ये प्रोग्राम देखें अपना बाइबल को लेके बैठिएगा, क्योंकि मेरा विश्वास है परमेश्वर आपको रेमा वचन उस वचन के साथ देगा, इसलिए अपने बाइबल को अपने साथ रखिएगा। उत्पत्ति 41:29। सुन, सारे मिस्र देश में 7 वर्ष तो बहुतायत की उपज के होंगे, उनके पश्चात 7 वर्ष अकाल के आएंगे और सारे मिस्र देश में लोग इस सारी उपज को भूल जाएंगे और अकाल से देश का नाश होगा और सुकाल बहुतायत की उपज देश में फिर स्मरण न रहेगी, क्योंकि अकाल अत्यंत भयंकर होगा। ജോസഫിന്റെ സ്റ്റോറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോസഫ് പറഞ്ഞത് 7 വർഷത്തെ അനുഗ്രഹങ്ങൾ വരും, 7 വർഷം അത് കഴിഞ്ഞ് എപ്പോഴും ക്ഷാമത്തിന്റെ കാലങ്ങൾ വരുമെന്ന് ജോസഫ് ഈ വചനങ്ങളിൽ കൂടെ നമ്മളെ പറയുന്നു. ജോസഫിന്റെ ലൈഫിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സമൃദ്ധിയുടെ വർഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷാമത്തിന്റെ വർഷങ്ങൾ, പ്രശ്നത്തിന്റെ വർഷങ്ങൾ നമുക്കെല്ലാം ലൈഫിൽ വരും. എപ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കത്തില്ല. ചില സമയത്ത് നമ്മുടെ ഇൻകം നിൽക്കും, ചില സമയത്ത് നമ്മുടെ ജോലി പോകും, ചില സമയത്ത് നമ്മുടെ സാലറി കുറയും, ചില സമയത്ത് ബിസിനസ് എപ്പോഴും മുന്നോട്ട് പോകത്തില്ല, ചില സമയത്ത് ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരും. ജോസഫ് ഇത് മനസ്സിലാക്കി നമ്മളെ പഠിപ്പിച്ചു. നിങ്ങളും പഠിക്കുക, ലൈഫിൽ ഒരു ഫാറ്റ് സീസൺ ഉണ്ടാവും, ലൈഫിൽ ഒരു ലീൻ സീസണും ഉണ്ടായിരിക്കും. और जब हमने ये वचनों को पढ़ा तो हमें ये समझ आता है, यूसुफ ने बोला कि 7 वर्ष बहुतायत का वर्ष होगा और 7 वर्ष अकाल का वर्ष होगा। तो हमें ये सीखना है, हमारे जीवन में भी एक टाइम होगा जब बहुतायत होगा, अबंडेंस होगा, और एक समय होगा जब अकाल का सीजन होगा, जब सैलरी कम होके आएगा, जब जॉब नहीं होगा, बिजनेस में उतना प्रॉफिट नहीं होगा जितना हम एक्सपेक्ट कर रहे थे। तो वो सीजन्स के लिए भी रेडी होगा। एक बहुतायत का सीजन होगा और एक अकाल का सीजन भी आपके परिवार में आ सकता है। നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഒരു നേച്ചർ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പറയാം. ഞാൻ ഏറ്റവും പഠിച്ചതെന്ന് വെച്ചാൽ ലൈഫ് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. പൈസ കിട്ടുന്ന സമയത്ത്, ഫൈനാൻഷ്യൽ അനുഗ്രഹങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ പഠിക്കണം. और मैंने अपने जीवन से एक चीज जो सीखा और मैं अब अपने जीवन में इंप्लीमेंट कर रहा हूं, वो ये है कि जब बहुतायत का जो वर्ष आता है, जब सीजन आता है, उस टाइम आप अपने पैसे को बचा सकते हैं, ताकि जब अकाल का सीजन आएगा तो आप उसको इस्तेमाल कर सकते हैं। ഞാൻ എൻ്റെ കയ്യിൽ ഒരു ആപ്പിളിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തൊരു ദൈവദാസന് കൊടുത്തു. കർത്താവ് എന്നെ വേറെ രീതിയിൽ അനുഗ്രഹിച്ചു. അപ്പം ഞാനിപ്പം ഈ കൊറോണ നടക്കുന്ന സമയത്ത് എനിക്ക് 2 ആപ്പിൾ വാച്ച് മേടിക്കണം. ഞാൻ മേടിക്കുന്നു, ഒന്ന് എനിക്കും ഒന്ന് വൈഫിനും കൂടെ മേടിക്കണം. ഞാൻ വിചാരിച്ച് 2 മേടിക്കണം. ഒരെണ്ണം ലേറ്റസ്റ്റ് സീരീസ് 40,000 രൂപ, 2 മേടിക്കണം 80,000 രൂപ. ഞാൻ വിചാരിച്ചത് മേടിച്ചിട്ട് 2 വാച്ച് മേടിച്ചിട്ട് നമുക്ക് അതൊരു 5,000 രൂപയുടെ EMI-ലാക്കാം. പിന്നെ ഞാനിതിന് ആലോചിച്ചു, ഞാൻ എൻ്റെ സ്വഭാവം EMI-ൽ മേടിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഞാൻ മുക്തി കിട്ടിയത് ഈ സമയങ്ങളിലെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും നോക്കിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം, ഒരു സാധനം മേടിക്കണം, 1,500 രൂപയുടെ സാധനമാണോ, 1,500 രൂപയുടെ സാധനം ഡിവൈഡഡ് ബൈ 12, ഒരു 100-150 രൂപയുടെ EMI മേടിക്കും, 150 രൂപയല്ലേ പോകത്തുള്ളൂ. അതായിരുന്നു എൻ്റെ സ്വഭാവം. പക്ഷേ അങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് ഞാൻ മുക്തി മാറി. ഇപ്പം എനിക്ക് മേടിക്കണമെന്നുണ്ട് ആപ്പിൾ വാച്ച്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് എനിക്ക് EMI മേടിക്കാൻ താല്പര്യമില്ല, എനിക്കത് നീ ഒന്നില്ലേ മേടിക്കാനുള്ള പൈസ തരണം, അല്ലെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതരണം. ഇപ്പം എൻ്റെ പ്രാർത്ഥന അതാ. और मैं अपने जीवन से कुछ आपको बताना चाहता हूँ। मेरे पास एक एप्पल का वॉच था जो मैं पहनता था, और मैंने परमेश्वर के एक दास को वो एज अ गिफ्ट दे दिया। और फिर मेरे को बहुत अच्छा लगता था। मैंने सोचा एक दिन बैठ के कि मैं अपने और अपने पत्नी के लिए एप्पल का वॉच ले लूँगा, तो 40,000 के करीब आएगा उसको। एक 40,000 के करीब आएगा, तो 2 हो गया तो 80,000 के करीब आएगा। उसको EMI में कर देंगे और छोटे छोटे अमाउंट्स में जाते रहेंगे। परंतु जब ये अकाल, ये कोरोना का सीजन आया, इस टाइम परमेश्वर ने मेरे को सिखाया कि EMI गलत है, उन चक्करों में नहीं पड़ना। तो मैंने अपने लाइफ में उसको चेंजेस को अप्लाई किया, और मैंने परमेश्वर बोला, परमेश्वर मैं EMI में फंसना नहीं चाहता। अगर मैं पुराना व्यक्ति होता तो मैं ये सोचता, अरे 2,000 का कोई सामान लेना है तो 2,000 का सामान ले लिया, EMI में बांट दिया, 12 महीने में EMI चला जाएगा, 200-250 रुपए का EMI आएगा, हो जाएगा। मैं पहले करता था, परंतु आज परमेश्वर ने मेरे चरित्र को चेंज किया। परमेश्वर ने मुझे सिखाया, एक टाइम आएगा जब बहुतायत का टाइम होता है, और एक टाइम आता है जब अकाल का टाइम होता है। तो आज मेरी प्रार्थना, अगर मेरे को कोई भी चीज की जरूरत होती है तो मैं परमेश्वर बोलता, परमेश्वर या तो तू अपने अद्भुत भंडारों से मुझे वो प्रोवाइड करेगा, या तू अपने किसी व्यक्ति से बात करेगा कि वो मेरे को फ्री में दे देगा, गिफ्ट मिले. गिफ्ट मिले. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ഞാൻ പഠിച്ച, അപ്പം നമുക്ക് സേവ് ചെയ്യണം,
നിങ്ങൾക്ക് നോക്കണം ഏത് ഏരിയയിലാണ് നിങ്ങൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നത്. ചിലത്തൊന്ന് പുറത്തുനിന്ന് കഴിക്കുന്നതിലായിരിക്കാം, ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കുന്നതായിരിക്കാം. എല്ലാ ക്രിസ്മസിനും ഓണത്തിനും എല്ലാ ന്യൂ ഇയറിനുമായി എല്ലാവരുടെയും കല്യാണത്തിനും പുതിയ ഡ്രസ്സ് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കണം നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് എവിടെ, സോ സേവ് ചെയ്യേണ്ടത് എവിടെ. സോ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്ത്, ചിലപ്പോൾ സാലറി 30-25 ആകാം, ചിലപ്പം നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ചിലപ്പം വിസ കിട്ടാതെ അല്ല എന്തെങ്കിലും കാരണങ്ങളിൽ കൂടെ 5-6 മാസം ജോലി ഇല്ലെന്നിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? നിങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ സമയത്ത് സേവ് ചെയ്ത ആ ഇൻകത്തിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്കിത് ലൈഫിൽ ഇപ്പോഴാണ് 35 വയസ്സായി, എനിക്ക് ഇപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത് അങ്ങനെയുള്ള സമയങ്ങളും വരുമെന്ന്. സോ ഒരു ചെറുപ്പക്കാരി ആര് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും എക്സ്പെക്ട് ചെയ്ത ലൈഫിൽ ചിലപ്പോൾ മേളിലോട്ടും ചിലപ്പോൾ താഴോട്ടും പോകും. സോ നമ്മുടെ ലൈഫിൽ അനുഗ്രഹമുള്ള സമയത്ത് കിട്ടുന്ന ബ്ലെസ്സിങ്ങൾ സേവ് ചെയ്താൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം. और आप अपने जीवन में पैसों को बचाना सीखिए, क्योंकि जब आप पैसों को बचाएंगे तो एक अकाल का समय आएगा, तो उस बचाव में से आप निकाल के स्पेंड कर सकते हो. क्योंकि जरूरी नहीं है हर बार आपके जीवन में बहुतायत का जीवन होगा. जैसे यूसुफ के जीवन में भी बहुतायत का जीवन आया, अकाल का जीवन आया, परंतु जब उन्होंने बचा के रखा, उन 7 वर्ष जब बहुतायत के थे, उन 7 वर्ष उन्होंने बचा के रखा और अकाल के टाइम में उस बचाए हुए में से उन्होंने खाना खाया. उसी प्रकार आप जब अपने सेविंग्स को बनाए रखेंगे तो अकाल के टाइम में उन सेविंग्स आपके लिए एक ब्लेसिंग का कारण होंगे. आप बचाइए, अपने जीवन में आप वो आशीष का कारण बन सकते हैं. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ഈ വചനത്തിൽ കൂടെ നിങ്ങൾ പഠിച്ചെന്നും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് അനുഗ്രഹമായിരിക്കുമെന്നും. ജോസഫിൽ നിന്ന് ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 4 അധ്യായങ്ങളിൽ കൂടെ 4 എപ്പിസോഡുകളിൽ കൂടെ ഞാൻ ജോസഫിൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കാനുള്ളത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ജോസഫിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രം ദ ലൈഫ് ഓഫ് ജോസഫ് ഞങ്ങളുടെ ചർച്ചിൻ്റെ NIT ചർച്ച്, ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് എന്നാണ് ഒഫീഷ്യൽ ചർച്ചിൻ്റെ പേര്. യൂട്യൂബ് ചാനലിൻ്റെ പേര് NIT ചർച്ച്. പോകുക, അതിൽ നോക്കുക, ഫ്രം ദ ലൈഫ് ഓഫ് ജോസഫ് എന്ന് പറഞ്ഞ് 4 അധ്യായങ്ങളുണ്ട്. അത് പഠിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമാകട്ടെ. और मेरा विश्वास है यूसुफ के जीवन से ये जो एपिसोड्स हमने किया, 4 हफ्तों में हमने ये कवर अप किया और हर हफ्ते हमने कुछ ना कुछ पॉइंट सिखाया. और मेरा विश्वास है कि ये जो एपिसोड्स हैं आपके लिए आशीष का कारण बना है. और अगर आपने कोई भी एपिसोड मिस किया तो आप YouTube में NIT चर्च डालेंगे. हमारा चर्च का जो ऑफिशियल नाम है टेम्पल ऑफ द मोस्ट हाई गॉड चर्च है, पर YouTube में आप NIT चर्च टाइप करेंगे तो वहां पे फ्रॉम द लाइफ ऑफ जोसेफ के नाम से आपको बहुत सारे सर्मन्स मिलेंगे. 4 एपिसोड्स आपको मिलेंगे. सुनिएगा और मेरा विश्वास है कि आपका जीवन, आपका चरित्र बदल जाएगा. പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവ്, ഞങ്ങളുടെ ദൈവവും തമ്പുരാനുമായി യേശുവെ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോസഫിൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച് അവരുടെ കുടുംബവും നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാനും ബിസിനസ് ജീവിതം നയിക്കാനും അവരുടെ കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്യണമേ. കർത്താവ്, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ടെക്നോളജിയുടെ മാധ്യമത്തിൽ കൂടെ അവരുടെ കുടുംബങ്ങളിലെയും അനുഗ്രഹത്തിനെ ആശിഷിനെ കുറിച്ച് ഞാൻ പറയുന്നു. കർത്താവെ, അങ്ങയുടെ ദയവും സാമർത്ഥ്യവും അഭിഷേകവും അനുഗ്രഹവും അവരുടെ കുടുംബങ്ങളുടെ മേളിൽ നിൽക്കണമേ. നന്ദിയോടെ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു കാര്യം കൂടെ, ജീസസ് കിച്ചനെ കുറിച്ച്, ഞങ്ങളുടെ ചാരിറ്റി വിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ പ്രസന്റേഷൻ ഉണ്ട്, അത് കാണുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ദശാംശം ഓഫറിംഗ് കൊടുക്കുന്നവരായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 1-2% നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം ചെയ്യുന്ന അങ്കിൾ PG വർഗീസ്, ഞങ്ങളെ പോലുള്ളവർ നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഫൈനാൻഷ്യലി വിതയ്ക്കണം. കർത്താവിൻ്റെ സുവിശേഷം നോർത്ത് ഇന്ത്യ അറിയട്ടെ. അങ്കിൾ PG വർഗീസിന് കൊടുക്കണം. ഞങ്ങളെപ്പോലുള്ളവരെ ഓർത്ത് വെക്കണം. ഞങ്ങളുടെ ചർച്ചിനെ ഓർത്ത് വെക്കണം. നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കണം. നിങ്ങൾ ലോകത്തിലെ എവിടെ ഇരുന്ന് കാണുന്നു, നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷം കൊണ്ടുവരാൻ വേണ്ടി ഒരു ബർഡൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. और जीसस किचन का एक छोटा सा प्रेजेंटेशन शुरू होने वाला है. उससे पहले मैं आपको एक और चीज़ बताना चाहता हूँ. आप जिस भी कलीसिया में जाते हैं वहाँ पे आप अपना दशांश और अपने ऑफरिंग्स को देना, उसमें आप भूल चूक नहीं करना. और उसी के साथ साथ अपने पैसों में से 1 या 2% निकाल के नॉर्थ इंडिया के सेवकाई के लिए आप बो सकते हैं. जैसे आप अंकल PG वर्गीस के जीवन में बोते हैं, उनकी मिनिस्ट्री में बोते हैं, आप नॉर्थ इंडिया में टेम्पल ऑफ द मोस्ट हाई गॉड चर्च के साथ भी मिलके 1 या 2% आप बोइए. मेरा विश्वास है कि आपके जीवन में परमेश्वर ने जो बोझ डाला है नॉर्थ इंडिया के सेवकाई को आगे लेके जाने में आपका और आपके परिवार का हाथ भी होगा. तो भूलिएगा मत, अपने प्रेयर सपोर्ट के साथ, अपने फाइनेंसेस के साथ हमें भी याद रखिएगा. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിൻ്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് തരാനുണ്ടായിരുന്നു. നമ്മളെല്ലാം അറിയാം, ഇപ്പം കർത്താവിൻ്റെ ദൈവവചനം ചെല്ലുന്നത് മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ്, TV, അങ്ങനെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കൂടാണ്. ഇന്ന് ഞാൻ കുറച്ച് പേർക്ക് ബാപ്റ്റിസം കൊടുത്തിട്ടിരിക്കുകയാണ് ചർച്ചിൽ. അതിൽ ഒരു വ്യക്തി ഞങ്ങളുടെ ഫേസ്ബുക്ക് യൂട്യൂബ് കണ്ട് രാജസ്ഥാനിൽ നിന്ന് വന്ന് ഡൽഹിയിൽ ജോലി ചെയ്യുന്നു.
അപ്പം അദ്ദേഹം കണ്ട് അതുമായിട്ട് ചർച്ചിന് അസോസിയേറ്റ് ആയി. 1 വർഷം കൂടെ കർത്താവിൻ്റെ ദൈവവചനം ചർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നു. അദ്ദേഹം ഇന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ ബാപ്റ്റിസം എടുത്തു. ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാം കർത്താവിൻ്റെ ദൈവവചനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ മീഡിയ ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് നല്ല എക്യുപ്മെൻറ്റ്സ് വേണം. ഈ മൈക്ക് 20,000 രൂപയുടെ മൈക്കാണ്. ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് ലക്ഷങ്ങൾ വിലയുണ്ട്. എൻ്റെ അടുക്കൽ ക്യാമറ ഇരിപ്പുണ്ട്, ഒരു ക്യാമറ. ഞങ്ങൾക്ക് പല പല സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട്. ചർച്ചിൽ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3.5 വർഷത്തിനുള്ളിൽ കർത്താവ് ഇത്രയും പല പല കാര്യങ്ങൾ തന്ന് ഞങ്ങളുടെ ചർച്ചിനെ അനുഗ്രഹിച്ചു. ഞങ്ങളിപ്പോൾ വാടക കെട്ടിടത്തിനാണ് ഇരിക്കുന്നത്. പക്ഷേ എക്യുപ്മെൻറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് തന്ന് അനുഗ്രഹിച്ചു. ടീമിനെയും തന്ന് അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ നാമത്തിന് സ്തോത്രം. എൻ്റെ ഞങ്ങളുടെ ഇതൊരു ക്യാമറയുണ്ട്, പാനസോണിക്കിൻ്റെ 4K. ഒരെണ്ണം ഞങ്ങൾ യൂസ് ചെയ്യുന്നു. ഒരു ക്യാമറയും അതിനോട് അനുബന്ധമായ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ലക്ഷങ്ങളുടെ ചിലവുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കുകയാണെങ്കിൽ, ദൈവവചനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് വിതയ്ക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കുമോ? അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമോ? ലക്ഷങ്ങളുടെ ചിലവുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ, ഈ ഞങ്ങളെ അയക്കുന്ന, ഈ ദൈവവചനം അയക്കാൻ വേണ്ടി ഈ മാധ്യമത്തിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, വിതയ്ക്കുന്നവരെ നല്ല രീതിയിൽ കൊയ്യാൻ അനുവദിക്കണമേ. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഇന്ന് അവർ വിതയ്ക്കുമ്പോൾ, ഇനിയുള്ള ദിവസങ്ങൾ നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളോടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. നന്ദി അപ്പ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈ. പ്രൈസ് ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അഭിഷേകങ്ങളോടുകൂടി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തട്ടെ. നന്ദി. പ്രൈസ് ലോർഡ്. ബൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ്. കർത്താവിൻ്റെ ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ മറ്റ് ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ
ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബൈ ബൈ. പ്രൈസ് ദി ലോർഡ്.